ഹലോ, ഇതേ നമ്മുടെ ഒരു പഴയകാല ഓർമ്മയിലേക്ക് പോവാണ്. എന്താ സംഭവം ചോദിച്ചാൽ, നമ്മൾ അംഗൻവാടി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പണ്ടൊരു ഉപ്മാവൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഭയങ്കര ടേസ്റ്റ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ പഴയ ടേസ്റ്റിൻ്റെ കാര്യം ഓർമ്മ വരിക. ഞാൻ അംഗൻവാടിയിൽ പഠിക്കുമ്പോൾ കഴിച്ചാണ്, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലാന്ന് എൻ്റെ ഓർമ്മ. കട്ടിയൊക്കെ പഠിക്കുമ്പോൾ അതൊന്നും ആയിരുന്നില്ല. സാധാ ഗോതമ്പ് ഉപ്മാവ് തോന്നുന്നു. കട്ടി പഠിക്കുമ്പോൾ ഉപ്മാവ് ഉണ്ടായിരുന്നോ? അത് തോന്നണോ? ആ സാധനം എൻ്റെ പേരേതാ? അമ്മ കിട്ടിയപ്പോൾ മേടിച്ചിട്ട് എന്താ അമ്മ. ഇതിപ്പോൾ കടയിലൊക്കെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മുടെ ചോളപ്പൊടി. ഇത് ചിലയുടെ മേഴ്സിപ്പൊടി, ചിന്നുവിൻ്റെ അവിടെ മേഴ്സിപ്പൊടി എന്നൊക്കെയാണ് പറയാം ഇതിന്. നമ്മുടെ അവിടെ ചോളപ്പൊടി എന്നാ പറയാ. നമുക്ക് ഇവിടെ ഒരു ഉപ്മാവ് ഉണ്ടാക്കാം. എന്തായാലും ഞാനും കട്ടിയും കൂടി ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാം. നോക്കാം നമുക്ക്. ഓക്കെ, ചോളപ്പൊടിയെ. അതെ, അപ്പം നിങ്ങളുടെ അവിടെ ഈ സാധനത്തിന് എന്താ പേര് പറയാന്ന് എല്ലാവരും കമന്റ് ഇടണേ. അതെ, ലിച്ചുട്ട എണീറ്റ് വന്നിട്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ലിച്ചുട്ട. ഗുഡ് മോർണിംഗ്. അവിടെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും. എവിടെ? ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ലിച്ചുട്ട ഗുഡ് മോർണിംഗ് പറയണ്ടേ. അപ്പൊ നമുക്ക് കമന്റ് ഇടാൻ മറക്കരുത് ആരും. നമ്മുടെ അവിടെ പറയണത് ചോളപ്പൊടി, ചിന്നുവിന്റെ അവിടെ പറയണത് മേഴ്സി പൊടി എന്നാ, അങ്ങനെ എന്താണ് പറയണത് അവൾ പറഞ്ഞു. ഇതെന്താ കേട്ടി പറയാ? ചോളപ്പൊടി ഉപ്പാവ്. അപ്പൊ നമുക്കിന്നൊരു ഉപ്പ് ഉണ്ടാക്കാൻ പോവാണേ. കുറച്ചൊക്കെ കുക്കിംഗ് നമുക്ക് അറിയാം, തട്ടിമുട്ടി തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ എന്തായാലും ഞാൻ ചെയ്യാൻ പോണേ. കമോൺ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നൈസായിട്ട് സവാള അരിയണം. ഓക്കെ ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾക്ക് ഈ സാധനം എടുക്കാം. കട്ടിക്ക് അറിയോ? കട്ടിയ അരിയും, പക്ഷെ നൈസായിട്ട് അറിയില്ല, വലുതായിട്ടൊക്കെ അരിയുള്ളൂ കട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് അറിയണം സംഭവം. നമ്മൾ സംഭവം അരിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളത് അരിയുക. അപ്പോൾ നമ്മുടെ പണ്ടത്തെ എല്ലാവരും കമൻ്റൊക്കെ ഇടണ്ട. പണ്ട് നിങ്ങളുടെ അവിടെ ഈ സാധനമായിരുന്നോ അതോ എന്താ പേര് പറയുക? പക്ഷെ നമ്മുടെ ഇത് മറ്റേ നല്ലതാട്ടോ, BP-ക്കും കൊളസ്ട്രോളും അതിനൊക്കെ നല്ലതാണ്. ഇതുകൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ ഇപ്പോഴൊന്നും ഈ സാധനം അംഗൻവാടിയിൽ കിട്ടില്ല അതുകൊണ്ട് അല്ലേ. ഇതിപ്പോൾ എല്ലാവിടെയും മറ്റേ ഗോതമ്പ് ഉപ്പാവാ. ചിലവിടെയൊക്കെ ഗോതമ്പ് പായസമൊക്കെ ആയി തോന്നുന്നു. ഇപ്പോൾ ഉച്ചയുടെ അംഗൻവാടിയിലൊക്കെ പായസമായിരുന്നു ഒരിടക്കെ. ഇപ്പോൾ ആരും വീട്ടിലേക്കൊന്നും അംഗൻവാടിയിൽ നിന്ന് കൊടുത്തു വിടുന്നില്ല. വീട്ടിലെ അച്ഛനമ്മമാരാ കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ സാധനമൊക്കെ ഇനിയൊന്നും വരില്ല. അതൊക്കെ ഇതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ല. ഇനിയെന്താ പോലെ അംഗൻവാടിയിൽ ഗോതമ്പുണ്ടോ? ലിച്ചുവിനെ അംഗൻവാടിക്ക് വിടാൻ തുടങ്ങിയപ്പോൾ അപ്പോഴൊക്കെ കുറച്ച് ഗോതമ്പ് ഉപ്മാവായി. എന്താ പോലെ തീർന്നോ? ഇതിന് ഇത് നമ്മുടെ വെറും പൊടിയല്ലാട്ടോ, അതിൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അറിവ് വെച്ച് പറയണേ, ഇതില് BP ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ സാധനം നല്ലതാണ്. നമ്മുടെ റവയൊക്കെ തിന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഗ്യാസ് കയറും, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇത് കട്ടി പഠിക്കുമ്പോൾ ഈ സാധനമൊക്കെ ആയിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയില്. ഞാൻ കട്ടിന് അംഗൻവാടിക്കൊക്കെ വിട്ടാക്കുമ്പോൾ അവിടെ നിന്ന് 4 മണിക്ക് നമുക്ക് ഈ സാധനം കിട്ടുമായിരുന്നു. എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടം. എനിക്ക് മറ്റേതൊക്കെ തിന്നു കഴിയുമ്പോൾ ഭയങ്കര ഗ്യാസ് കയറിയൊക്കെയല്ലേ. BP ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം. നമ്മുടെ ഷുഗറുകാർക്കും കൂടി പറ്റണത് കേട്ടോ. അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ജയന്തിയമ്മയ്ക്കൊക്കെ ഷുഗർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി അവിടെ കഴിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ടൊന്ന് ആക്കി നോക്കാം. നമ്മുടെ പഴയ കാല ഓർമ്മയിലേക്കൊക്കെ ഒന്ന് പോവാം. അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിയട്ടോ. ചെറിയ ഇഞ്ചിയൊക്കെ അരിയണം. കട്ടി വേണേ ഒരു പാട്ടൊക്കെ പാടി കൊടുത്തോളൂ കട്ടി. ഒരു കാലത്ത് പ്രഭാത ഗാനം പറഞ്ഞു കൊടുക്കും, പാടിക്കൊടുക്കും. കണ്ട് കപ്പലുണ്ടാക്കി കപ്പലിയാറി തുപ്പറക്കാരി പങ്ങാനൊക്കി ഞാനും നോക്കി എന്തേ നോക്കി ആ പേരും ശമാനി ഒന്നിച്ച് നോക്കില്ലേ. ഞാനും നോക്കി എന്തേ നോക്കി ആ പേരും ശമാനി ഒന്നിച്ച് നോക്കില്ലേ.
എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഓർമ്മയൊക്കെ വരും. നമ്മൾ പഴയ അങ്കവാടി പോയതും അവിടെ കിട്ടിയതും അല്ലേ. എല്ലാവരും കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എല്ലാവരുടെ അവിടെ എന്താ പേര് പറയാമെന്ന് മറക്കരുത്. എല്ലാവരും കമന്റ് ഇടണം. ഓക്കെ, നിങ്ങളോട് എന്താ പറയണമെന്ന് പറയണം. അപ്പോൾ ഞാൻ ലിച്ചൂട്ടാൻ ഉള്ളതുകൊണ്ടാണ് 2 പച്ചമുളക് എടുത്തത്, അല്ലെങ്കിൽ 4 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയാൻ പോകണേ. അരിയാം. അതായത് നമുക്ക് ഈ സാധനം കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു പഴയൊരു ഓർമ്മയിൽ ഞാൻ അത് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ വലിയ കുക്കിങ്ങിൻ്റെ ആളൊന്നുമല്ല, അത് ഓർമ്മയിൽ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. എത്ര വർഷങ്ങളായി അങ്കമാടിയിലൊക്കെ പോയിട്ട്. അങ്കമാടി പോയി പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തെ കാര്യം പറയാം കേട്ടോ. ഞാൻ ലിച്ചുനെ കൊണ്ടാക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ മാറ്റി പോയി. കട്ടിനെ നമുക്ക് അങ്കമാടിക്ക് ഒന്ന് കൊണ്ടുപോകണം. കട്ടിനെ ഇപ്പോൾ അങ്കമാടിക്ക് കൊണ്ടുപോയിട്ട് കുറേ ദിവസമായി. അപ്പോൾ എടുത്തു, കട്ടിയെടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയണേ, ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കട്ടിയാ, ഇതിൻ്റെ പേരെന്താ? ഷാവൂരി. ഇതിൻ്റെ പേരോ? കാലപ്പറ. അപ്പോൾ ഇതിൻ്റെ പേരോ? പച്ചപ്പക്ക്. അപ്പോൾ ഇതിൻ്റെ പേരോ? ഇഞ്ചി. കട്ടിക്ക് അറിയാട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത്ര സാധനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് കിടക്കാം. അപ്പോൾ ലിച്ചിട്ട് ഞാൻ കൊട്ടാൻ പറയുമ്പോൾ ലിച്ചിട്ട് സമ്മതിക്കില്ല കേട്ടോ. ലിച്ചിട്ട് കൊട്ടാന്നാണ് പറയുന്നത്. കെട്ടിയമ്മേനും കൊട്ടാൻ സമ്മതിച്ചില്ല. ഓക്കെ, ലിച്ചു കൊട്ട് പതിയെ കൊട്ടായിട്ട് കളയാണ്ട് കൊട്ടാണ്ട് ലിച്ചിട്ടോ കൊട്ട് ലിച്ചിന് കൊട്ട പതിയെ അങ്ങനെ ധൃതി പിടിക്കണം നമ്മൾ പതിയാകണം. പൊന്നെ ഓക്കെ, ലിച്ചിട്ട് തട്ടിക്കളഞ്ഞു കേട്ടോ. ലിച്ചു തട്ടിക്കളഞ്ഞു. അതാണ് കുഴപ്പം. ലിച്ചിട്ട് ഭയങ്കര ധൃതിയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഉപ്പാവിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, ഞാൻ വെറുതെ ചെറിയൊരു മാറ്റി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് ആ പൊടി ഓൾറെഡി ലിച്ചിട്ട് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഇളക്കാം. സാധാരണ നമ്മൾ മറ്റേ ഉപ്പാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റേതാകുമ്പോൾ നമ്മൾ അതിനെ വറുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി അതിൽ ആക്കിയെടുക്കും. ഇത് നമ്മൾ നേരെ ഇപ്പോൾ ഇത് ഇട്ടു. ഒരു 1/2 കിലോ പൊടിയുണ്ട്. ഇതിലൊരു വെള്ളം സാധാരണ ചേർത്തപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് പുട്ടിന് കുഴക്കുന്ന പോലെ കുഴക്കണം കേട്ടോ. മറ്റേ പോലെയല്ല, നമ്മളത് മറ്റേ വറുത്തിട്ട് അതിലിട്ട് ഇളക്കല്ലേ. ഇത് നമ്മൾ പുട്ടിന് കുഴക്കുന്ന പോലെ വേണം എടുക്കാൻ. ഞാൻ ഇപ്പോൾ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് വെള്ളം ഒന്ന് കുറച്ച് ഒഴിക്കുക. അത് നല്ല നല്ല കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിടണം. ഞാനിപ്പോൾ ഒരു തൽക്കാലം നമ്മളൊരു അതെ അത് കുറച്ച് ഉപ്പാണ് ഇട്ടുള്ളൂ. കട്ടി ഉപ്പിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടുണ്ട്. അപ്പം നമ്മളാ പൊടിയൊക്കെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടനെ പോലെ അവിടെ ആക്കിയെടുക്കുക. ഏത് മാറിക്കണേ ഞാൻ ഉണ്ടാക്കേണ്ട ആളത്. ഞങ്ങൾ വാ കാളി കട്ടി അടുത്തോടെ കട്ടിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇതിങ്ങനെ കുഴക്കാൻ കട്ടി ഇതിന് മറക്കാൻ പറ്റില്ല കട്ടിട്ടാ. ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇത് നല്ലോണം ഇളക്കി എടുക്കണം. അതാ ഞാൻ അവരോടൊക്കെ ചോദിക്കി ഇഷ്ടമുള്ള ചോദിക്കി ഇട്ടുള്ളല്ലേ പൊന്നെ. എപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഉപ്പ്, ഇഞ്ചി, വെത്തൂരി, ഇഞ്ചി, ഉപ്പ്, പിന്നെന്താ സവാള, പച്ചപ്പക്ക്, ഉപ്പ് സാധനം ഇട്ടില്ല. എന്താണ് പച്ചമുളക് പറയട്ടെ. അലിച്ചിട്ട് കറിവേപ്പിലാണോ പറഞ്ഞത്? ഓക്കെ. ഇപ്പൊ കട്ടിന്റെ വരെ ഞാനാണെന്ന് ചെയ്യുന്നത് കേട്ടോ. വളരെ സന്തോഷം. എൻ്റെ പഴയകാല ഓർമ്മയിലേക്ക് ഒന്ന് പോയത് മാത്രം. അപ്പൊ നമ്മൾ പൊടി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇതാ പൊടി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ പുട്ടിന് പൊടിക്കുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യാൻ അറിയാം. നമുക്ക് അപ്പച്ചട്ടിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം എടുക്കും.
അന്നാത്തോണ്ടി പൂന്തോരി ആളന്റെ പൂന്തോണ്ടി അന്നാത്തോണ്ടി പൂന്തോരി ആരുമാരും തായോട്ടും പാൽ ആളന്റെ പൂന്തോരി ഇനി എന്തായാലും വെള്ളം നമുക്ക് തിളയ്ക്കണം. ഓക്കെ, ഞാൻ അടുത്ത അടുപ്പെടുത്ത് മൂടി വയ്ക്കാം. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അങ്ങനെ അതിൽ കൊണ്ട് ഇടുകയല്ല, നമുക്കൊരു സാധനം റെഡിയാക്കാം. കമോ സാധനം വെട്ടാൻ വേണ്ടി പോവാണ്. കമോ മനസ്സിലായി എന്താ എന്താ വേറൊന്നുമില്ല, നമുക്ക് ആ ഒരു വാഴയുള്ളൂ, അതിൻ്റെ ഒരു ഇല വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇല വെച്ചിട്ട് നമുക്ക് ആ സാധനം സെറ്റാക്കി എടുക്കാം. വാഴ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മളിപ്പോൾ വേലിയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പന്നികളൊക്കെ വരുന്നേ, നമ്മുടെ വേലിൻ്റെ ഇവിടെയൊക്കെ പന്നികൾ വരും. അപ്പോൾ ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് നമ്മുടെ ഈ പന്നിയൊക്കെ ഇവിടെ ഭയങ്കര പന്നിൻ്റെ ശല്യമാണ്. അപ്പോൾ പന്നിയൊക്കെ വന്നിട്ട് ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ വന്നിട്ട് ആ വാഴനെ കുത്തിമറിച്ച് കുളാക്കി ഇട്ടു. അതുകൊണ്ട് ആ വാഴ ഇപ്പോൾ അവിടെ ഇല്ല. ആകുള്ള ഒരു വാഴയാണ്. അതിൻ്റെ ഇല നമുക്ക് എന്തായാലും വെട്ടാം. അപ്പോൾ നമ്മൾ ഇല വെട്ടാനുള്ള പരിപാടിയാണ്. ആ ഇല വലിയ കാര്യമൊന്നുമില്ല, ആ കാറ്റടിച്ചിട്ടൊക്കെ പൊട്ടിക്കിടക്കുക. എന്നാലും നമുക്ക് ഏകദേശം അവിടെ വെച്ചോട്ടാം. നമുക്ക് നല്ലൊരു ഇലയായ കിട്ടുക, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ കമോൺ. അയ്യോ, അപ്പോൾ ഇല ഞാൻ വെട്ടിയിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളം തളിച്ചിട്ടുണ്ട്, അപ്പോൾ ചെടുത്ത് വെള്ളം തളിച്ചിട്ടുണ്ട്. നമുക്ക് ഇല വെക്കണം. ഓക്കെ, രണ്ടര ഞാൻ വേറെ ഒരു ഇല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് വെള്ളം നല്ലോണം തളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം നല്ലോണം തളിച്ചിട്ടുണ്ട്. ഇനി പൊടി നമുക്ക് അതിലിടാം. ഓക്കെ, കമോൺ വരൂ. കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ. വേറെ പാത്രമൊന്നും എടുത്തിട്ടില്ല. കട്ടി വാ, അതാ കാണിച്ചു തരാം. ഏയ് ഇതോടാ. ഓക്കെ, മനസ്സിലായോ? ചേട്ടാ നിനക്ക് മനസ്സിലായടാ ഉപ്മാവ് ഉണ്ടാക്കണേ സാധനം നമ്മൾ ഇടണം. ഞാൻ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഓക്കെ, ഫുള്ള് വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് ഇതാ വെള്ളം തളിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഇനി നമുക്കൊരു നമ്മുടെ ചെറിയ അടുപ്പായതുകൊണ്ട് ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയൊക്കെ പറ്റും. നമുക്കൊരു 3-5 മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം. അപ്പോഴേക്കും നമുക്ക് ഇനി ബാക്കി അടുത്ത പരിപാടികൾ സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഈ സാധനം വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓക്കെ 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 അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് കടുക്. ഓക്കെ, നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുകിൻ്റെ ടേസ്റ്റ് പറയാല്ലേ. നമുക്ക് സവോളയും കൂടി ഇടാം. ഓക്കെ, എന്താ കടുകിൻ്റെ മണം. സവോള ഇടാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള നല്ലോണം വാടി വരണം കേട്ടോ. സവോള വാടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ വരുള്ളൂ. പക്ഷെ ശരിക്കും നമുക്ക് ചെറിയ ഉള്ളി ഇടുന്ന ഏറ്റവും കൂടി ബെറ്റർ. ഞാനിപ്പോൾ ഇത് സവോള ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഉണ്ട്. കട്ടി പറഞ്ഞാൽ കട്ടി ഇളക്കാതെ, കട്ടിക്ക് ഇളക്കണം പറഞ്ഞപ്പോൾ എന്നാൽ ഇളക്കിക്കോട്ടെ വേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നാലേ. ഞാൻ അവിടെ തന്നെ ഉണ്ട്. കട്ടി നേരെ ഇളക്കിക്കോട്ടോ. നേരെ ഇളക്കി കുറച്ച് ബാക്കിലോട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് മറ്റേതിൽ ഉപ്പിട്ടുണ്ട്, നമുക്ക് ഇതിലും കുറച്ച് ഉപ്പ് ഇടാം. ഓക്കെ, അപ്പോൾ സവോളയൊക്കെ കുറച്ച് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് നൈസായിട്ടും ചേർത്തിട്ടുണ്ട്. ഓക്കെ, കട്ടി അവിടെ ഉണ്ട് കേട്ടോ. കട്ടി കുറച്ച് നേരം ഇളക്കി എന്നിട്ട് എൻ്റെ തിളക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ ഇളക്കി. അതിൻ്റെ പരുവൊന്നും നമുക്ക് അറിയണ്ടേ, കട്ടിക്ക് അറിയില്ലല്ലോ അതിൻ്റെ പരുവം എന്താണ്. അതാ ഞാൻ പിന്നെ വന്നത്. പിന്നെ എന്താ പരിപാടി എല്ലാവർക്കും? ഞങ്ങൾ ഞായറാഴ്ച കേട്ടോ ഈ സാധനം, സൺഡേണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ അപ്പച്ചട്ടി തളിച്ച് ആ സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓഫാക്കാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ അത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം പാടി സെറ്റായിട്ടുണ്ട്. അവർ 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അപ്പച്ചട്ടിച്ചുള്ള സാധനം നമ്മളെന്താ പറയുക, നമ്മുടെ ചോളാപ്പൊടി മേഴ്സി കുട്ടി അവിടെ കുറച്ച് ഇരിക്കട്ടെ. അപ്പോൾ സംഭവം അപ്പച്ചട്ടി തുറക്കാം. 1-2 മിനിറ്റ് ആയിട്ടുള്ളൂ. സാധനം തുറന്നിടണം. ഓ സെറ്റ്. അതിൻ്റെ കളർ അടിപൊളിയല്ലേ. നമുക്ക് ഈ സ്പൂണും വെച്ചതേക്ക് കോരിയിടാം. വാഴയിൽ വെച്ചുകൊണ്ട് ആ വാഴൻ്റെ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളിയല്ലേ. എല്ലാവർക്കും അറിയാം, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ആ മേഴ്സിപ്പൂളിൻ്റെ മണം, പണ്ടത്തെ മണം അത് വരുന്നുണ്ട്. പണ്ടത്തെ ഒരു മണമല്ലേ, നമ്മൾ ആദ്യം അംഗൻവാടി പഠിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉപ്പുമാവിൻ്റെ അതുപോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. നമുക്ക് 2-3 പാത്രങ്ങളുണ്ട്. നല്ലപോലെ നമ്മൾ ആക്കുക. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിട്ടാ, നമ്മുടെ പഴയകാല ഓർമ്മയിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇതാ നമ്മളിതാ സംഭവം ഇളക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ. അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട ഇല്ലാത്ത പോലെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ കട്ടി ഇടയിൽ നിന്നിട്ട് ആൾ പോയി. അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പോൾ ആൾ കളിക്കാൻ പോയിട്ടാ. ആളിനെ പിടിച്ചാൽ കിട്ടൂല. ആളിഞ്ഞ് ഒറ്റ പോക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ വരും. ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരും ആൾ. അപ്പോൾ ഓക്കെ, കഴിഞ്ഞു. ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ സെറ്റായിട്ടുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കഴിക്കാൻ പോകണം. നമ്മൾ പഴമൊക്കെ എടുത്തിട്ട് പാൽ ചായയും കൂടി അതിൻ്റെ ഒപ്പം കുടിക്കണം. അപ്പോൾ സെറ്റാട്ടോ, സൂപ്പറായി ഉണ്ടാവും. ഓക്കെ, കഴിച്ചിട്ട് വരാം. സൂപ്പർ ഉപ്പാവ്. ഓക്കെ, സൂപ്പർ ഉപ്പാവ്. ഓക്കെ, ടാറ്റ.